നമസ്കാരം. ഇന്ന് ഡിസംബർ 7 ഡിസംബർ 7 ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഡിസംബർ 7 കസാക്കിസ്ഥാൻ സമയം രാവിലെ 9 മണി. എൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കണ്ടോ? നോക്ക് മക്കളെ, നോക്ക്. അതെന്താണെന്നറിയാമോ? അതാണ് കാസ്പിയൻ സീ എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻലാൻഡ് ബോഡി ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക് എന്ന് പറയുന്ന കാസ്പിയൻ സീ ആണ് നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ കാണുന്നത്. ഇത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. കാസ്പിയൻ സീ, യെസ്, ആ കാസ്പിയൻ സീ കണ്ടുകൊണ്ടുള്ള ഒരു റൂമാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ആലോചിക്കും, ഇന്നലത്തെ വീഡിയോയിലോ മിനിഞ്ഞാന്നത്തെ വീഡിയോയിലോ നിങ്ങൾ കണ്ട റൂം വേറെ അല്ലേ, നീ ഇവിടെ നല്ലല്ലോ കാണിച്ചതെന്ന്. യെസ്, അതിന് പിന്നിലൊരു വലിയ കഥയുണ്ട്. ആ കഥയും പിന്നെ വേറെ കുറേ കഥകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വലിയ ട്രാവൽ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ കുറേ കഥ പറച്ചിലായിരിക്കും. സോ ചോദിച്ചു പോകാം യാത്രയുടെ ഒരു കഷ്ടത ആണ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 3 ദിവസം മുമ്പ് ഞാൻ ആക്ച്വലി ഇവിടെ അക്താവിലെത്തിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ കാസ്പിയൻ സീനെ പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. കാസ്പിയൻ സീ ലോകത്തിലെ ഏറ്റവും വലിയ ലേക്കാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫ്രഷ് വാട്ടർ ലേക്ക് അല്ല, സീ ആണ്, ബേസിക്കലി കടലാണ്. നമ്മുടെ കേരളത്തിനെക്കാട്ടി നീളം. തണുപ്പാട്ടോ ഇത്, ഭയങ്കര തണുപ്പാണ്. പുറത്ത് -1. ഞാൻ ജാക്കറ്റ് ഇടാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ നമ്മുടെ കേരളത്തെക്കാട്ടി നീളമുണ്ട്. 1100 കിലോമീറ്റർ എങ്ങാണ്ടാണ് ഇതിൻ്റെ ഡൗൺ ടു അപ്പ് വരെയുള്ള നീളം എന്ന് പറയുന്നത്. പിന്നെ വീതി എന്ന് പറയുമ്പോൾ ഏകദേശം 500 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ശരിക്കും കടലാണ് ബേസിക്കലി, നമുക്കൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാസ്പിയൻ സീ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാസ്പിയൻ സീ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോർഡർ പങ്കിടുന്നത് കസാക്കിസ്ഥാനുമായിട്ടാണ്. കസാക്കിസ്ഥാൻ, റഷ്യ, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും അസർബൈജാൻ, അതായത് അസർബൈജാൻ, പിന്നെ ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇത്തരം രാജ്യങ്ങൾ ചുറ്റിപ്പറ്റിയാണുള്ളത്. ജോർജിയയ്ക്ക് കാസ്പിയൻ സീ ഇല്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാസ്പിയൻ സീ ഉപയോഗിച്ച് എണ്ണ ഉണ്ടാക്കുന്നത് ഇറാനാണ്. ബേസിക്കലി ഇറാൻ്റെ ഒരുമാതിരിപ്പെട്ട സോഴ്സ് കംപ്ലീറ്റ് ഈ കാസ്പിയൻ സീ എന്നാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറയാനുണ്ടല്ലോ, റിച്ച് ഇൻ റിസോഴ്സസ്, റിച്ച് ഇൻ മിനറൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫ്ലോറ ആൻഡ് ഫോന അങ്ങനത്തെ ഒത്തിരി പരിപാടികൾ പറയാനുള്ള ഒരു അപൂർവ ലേക്കാണ് ഈ കാസ്പിയൻ സീ എന്ന് പറയുന്നത്. ഈ കാസ്പിയൻ സീയിൽ പണിയെടുക്കുന്ന കുറച്ച് മലയാളികളൊക്കെ ഞാൻ ഇന്നലെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഡിന്നറിന് ഞാൻ പോയ സമയത്ത്. അപ്പോൾ നിങ്ങൾ ആ ചെറിയൊരു ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് പോവാ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഞാൻ ഇന്ന് രാത്രി ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഹോട്ടലിലാണ്. ആ ഹോട്ടലിലെ മാനേജർ ഒരു മലയാളിയാണ്, ജിൻസ് എന്നാണ് പേര്. അതിൽ സ്ട്രേഞ്ച് തിങ് എന്ന് പറയുന്നത്, അദ്ദേഹം 20 വർഷമായിട്ട് കസാഖിസ്ഥാനിൽ ജീവിക്കുന്ന ആളാണ്. 20 വർഷമായിട്ട് കസാഖിസ്ഥാനിൽ ജീവിക്കുകയാണ്. ഇവിടെ ഈ ഒരു റഷ്യയിലുമായിട്ട്. അസ്ത്രകാരിലുണ്ടായിരുന്നോ? ഞാൻ അസ്ത്രകാരിലേക്കായിട്ട് പോകുന്നത്. ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നത് അസ്ത്രകാരിലേക്കാണ്. പിന്നെ അവിടുന്ന് ഫർദർ മുന്നോട്ട് ഗ്രോസ്നി പോകണം, അവിടുന്ന് ജോർജിയ പോകണം. അതാണ് പ്ലാൻ. എന്തായാലും ഹാപ്പി ടു മീറ്റ് യു. അപ്പോൾ ഇന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഡിന്നർ. കൂട്ടത്തിൽ ഇവിടെ വേറൊരു മലയാളി ചേട്ടനും കൂടെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് അനിൽ എന്നാണ്. ഇദ്ദേഹം 20 വർഷമായിട്ട് ഇങ്ങനെ വന്നും പോയി ഇരിക്കുന്നുണ്ടല്ലേ? 27 ഓക്കെ. അദ്ദേഹം ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാസ്പിയൻ സീ ഉള്ളതുകൊണ്ട് കാസ്പിയൻ സീയിൽ ഇവിടെ ശരിക്കും കാസ്പിയൻ സീയിൽ ഇതുണ്ടോ, ഓയിൽ ഉണ്ടോ, എക്സ്ട്രാക്ഷൻ ഉണ്ടോ? നന്നായിട്ടുള്ളത്. ഇപ്പം പക്ഷേ പ്രൊജക്ട് ഒക്കെ ഇപ്പോൾ വെച്ച് ഡൗൺ ആണ്. പക്ഷേ ഫ്യൂച്ചർ വരുന്നു. 2005 ആയിരുന്നു നല്ല പേയ്മെന്റ്. ഓക്കെ. അന്ന് ഡ്രില്ലിംഗ് ഒക്കെ നടന്നു. ഇപ്പം ഡ്രില്ലിംഗ് കഴിഞ്ഞ് പൈപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ഈ കാസ്പിയൻ സീയുടെ ചുറ്റുമുള്ള ഈ രാജ്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തെടുക്കുകയായിരിക്കും അല്ലേ? ഓക്കെ. ഇത് വലിയ കോസ്റ്റ്ലിയാണ് ഈ പ്രോജക്റ്റ്. അതുകൊണ്ടാണ് എനിക്കൊന്ന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്ലി ആയിരിക്കും. കോസ്റ്റ്ലിയാണ്. പിന്നെ ഇതിൻ്റെ സൾഫർ കണ്ടന്റ് കൂടുതലാണ്. അത് ശരി. ഓക്കെ. പിന്നെ എല്ലാം റഷ്യയുടെ ഒരു കൺട്രിയിലാണ് മൊത്തത്തിൽ. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നൈസ് ടു മീറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ ദ ഡിന്നർ. ആൻഡ് ചേട്ടനോടും നൈസ് മീറ്റ് യു. എന്നാ ഇനി തിരിച്ച് നാട്ടിൽ പോകുന്നേ? ഈ മാസം തന്നെ പോകും. ചേട്ടൻ ആരൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ചേട്ടന് സുജിത്വക്തൻ പോയിട്ട് വേറെ ഒന്നും ചേട്ടൻ അറിയില്ല. ചേട്ടൻ ആകെ കാണുന്ന റിപ്പോർട്ടർ TV ആണെന്ന് എന്നോട് പറഞ്ഞു. സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ ചേട്ടൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് വിളിക്കും. ഉറപ്പായിട്ടും. ഓക്കെ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് അക്താവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അക്താവ് എന്ന് പറയുന്നത് കസാഖിസ്ഥാൻ്റെ കാസ്പിയൻ സീ ഭാഗത്തുള്ള ഒരു വലിയൊരു തുറമുഖ നഗരം എന്ന് പറയാൻ പറ്റും. തുറമുഖ നഗരം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ
ഹോട്ടലിൻ്റെ ബാൽക്കണി, ഇതിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു വാട്ടർ തീം പാർക്കും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പുറത്തൊക്കെ ഒരൊറ്റ മനുഷ്യനെ കാണാനില്ല, കാരണം പുറത്ത് -1 ആരെങ്കിലും വരുമോ. പക്ഷേ ഇവിടെ സമ്മറിൽ ഭയങ്കര വൈബായിരിക്കും. സമ്മർ ആകുമ്പോഴത്തേക്കിനും ഈ റൂമൊക്കെ ഡബിൾ റേറ്റിൽ പോകും, എല്ലാ സംഭവങ്ങളും. പിന്നെ ഇവിടെ ഫുൾ ആ വാട്ടർ തീം പാർക്കിലൊക്കെ ഫുൾ വൈബാവും. ഇവിടെ നിന്ന് നമ്മൾ ആക്ച്വലി റഷ്യ, ഞാൻ അകത്ത് വന്ന് സംസാരിച്ചപ്പോൾ എന്തിനാ പുറത്ത് സംസാരിക്കുന്നത്, തണുപ്പല്ലേ. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റഷ്യൻ ബോർഡറിലേക്ക് പോകുക എന്നുള്ളതാണ്. നമുക്കിനി റഷ്യ കയറിയാൽ മാത്രമേ ഈ കാസ്പിയൻ സീ കടന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ആ കാസ്പിയൻ സീ എന്ന് പറയുന്നത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലായിട്ട് നിൽക്കുന്ന ലേക്കും കൂടി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ജോർജിയക്കാണ് ബേസിക്കലി പോകേണ്ടത്. ജോർജിയ പോയിട്ട് അവിടെ നിന്ന് അർമേനിയ പോയിട്ട് അവിടെ നിന്ന് പിന്നെയും തിരിച്ച് ജോർജിയ വന്നിട്ട് നമുക്ക് തുർക്കിയിലേക്ക് കയറാൻ പറ്റുള്ളൂ, എന്നിട്ട് നമുക്ക് യൂറോപ്പിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും എനിക്ക് ജോർജിയ പോകണമെങ്കിൽ നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഈ അക്താവ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അസർബൈജാനിലെ ബാക്കുവിലേക്ക് ഫെറി ഉണ്ടായിരുന്നു. ആ ബാക്കുവിലേക്ക് ഒരു ഓവർനൈറ്റ് ഫെറി എങ്ങാണ്ടാണ് ഇവിടെ നിന്ന്, അതായത് പാസഞ്ചർ ഫെറി അല്ല, ബേസിക്കലി ഗുഡ്സ് കൊണ്ടുപോകുന്ന, ചരക്ക് കൊണ്ടുപോകുന്ന ഫെറികളാണ്, കപ്പലുകളാണ്. അതിൽ പാസഞ്ചേഴ്സിനെ അവർ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ ലാൻഡ് ബോർഡേഴ്സ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു, ഫ്രീസ് ചെയ്തു. ഫോറിനേഴ്സിന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ജോർജിയയിൽ നിന്ന് ലോക്കൽസിന് അസർബൈജാനിൽ പോയിട്ട് വരാം എന്നുള്ളതല്ലാതെ ഫോറിനേഴ്സിന് ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഫോറിനേഴ്സിന് എൻ്റർ ചെയ്യാൻ ഒട്ടുമേ പറ്റത്തില്ല, പിന്നെ എക്സിറ്റ് ചെയ്യാൻ പിന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനെപ്പറ്റി കുറേ സ്റ്റഡി ചെയ്തു, കുറേ അന്വേഷിച്ചു. പക്ഷേ സ്റ്റിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വരെ അതാണ് അവരുടെ റൂളെന്ന് പറയുന്നത്. പിന്നെ അസർബൈജാനും അർമേനിയയും തമ്മിൽ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അസർബൈജാനിൽ നിന്ന് അർമേനിയയിലേക്ക് പോകാനും പറ്റില്ല, അർമേനിയയിൽ നിന്ന് അസർബൈജാനിൽ പോകാനും പറ്റുന്നില്ല. അപ്പോൾ ജോർജിയയിൽ നിന്ന് അസർബൈജാനിൽ പോയിട്ട് തിരിച്ച് അസർബൈജാനിൽ നിന്ന് ജോർജിയ വന്നിട്ട് വേണം തിരിച്ച് വീണ്ടും അർമേനിയയ്ക്ക് പോകാനായിട്ട്. ഈ അസർബൈജാനിൽ പോയിട്ട് തിരിച്ച് ജോർജിയ വന്ന് അർമേനിയ പോകുമ്പോഴത്തേക്കിനും അവർ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും, സ്ക്രൂട്ടിനി ചെയ്യും. ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ പോയ ഒരാൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയായിരിക്കും ചോദിക്കുക, അതേപോലെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ തൽക്കാലം അസർബൈജാൻ ലാൻഡ് ബോർഡേഴ്സ് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇത്തവണ അസർബൈജാൻ പോകാൻ പറ്റില്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വിമാനം വഴി പോകുന്ന സമയത്തേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജോർജിയ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ജോർജിയ പോകാനായിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റഷ്യ വഴി പോയേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. റഷ്യ വഴി മാത്രം പോകണം. അപ്പോൾ റഷ്യ വഴി പോകണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. റഷ്യയുടെ വിസ എടുക്കണം. അപ്പോൾ റഷ്യയുടെ വിസ എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പൊതുവെ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് റഷ്യയുടെ ഈ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ വിസ അപ്ലൈ ചെയ്തിരുന്നു, എൻ്റെ ഈ വിസ ഗ്രാൻഡഡ് ആണ്. ഈ വിസ എടുക്കാനായിട്ട് ചെറിയ പൈസയുള്ളൂ. നമ്മൾ ഇന്ത്യക്കാർക്ക് 16 ദിവസത്തെ സിംഗിൾ എൻട്രി ഈ വിസയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ഈ വിസ എടുത്ത് പിന്നീടാണ് ആക്ച്വലി അറിയുന്നത് നമുക്ക് റഷ്യയിലേക്ക് ലാൻഡ് ബോർഡർ വഴി ഈ ഭാഗത്തുനിന്ന് ഈ വിസ വെച്ച് പോകാൻ പറ്റില്ല. നിലവിലത്തെ റൂളാട്ടോ പറയുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഡേറ്റ് പറഞ്ഞത്. റഷ്യയിലേക്ക് ഈ വിസ വെച്ച് ലാൻഡ് ബോർഡർ വഴി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിൻലാൻഡിൽ നിന്നുള്ള സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഭാഗത്തേക്കുള്ള ഏതോ ഒരു ബോർഡർ ഉണ്ട്, ആ ബോർഡർ വഴി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റിക്കർ വിസ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റിക്കർ വിസ എടുക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തഷ്കൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ റഷ്യൻ എംബസിയിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഈ രാജ്യത്ത് റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ, അതും 90 ദിവസത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇവിടെ റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിസ എടുത്ത് തരാൻ പറ്റുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഞാനിപ്പോൾ ഒരു ഫേക്കായിട്ടൊരു ടെമ്പററി ഡോക്യുമെൻ്റ് റെസിഡൻസ് പെർമിറ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കി വിസയ്ക്ക് അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് 90 ദിവസമെങ്കിലും ഈ രാജ്യത്ത് റെസിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അവർ വിസ തരൂ എന്ന് എംബസിയിൽ നിന്ന് അവർ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞങ്ങൾ വളരെ ഇതായിട്ട് ചോദിച്ചു എന്നുണ്ടെങ്കിലും അവർ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടിയല്ല പറഞ്ഞത്. പിന്നെ പുറത്ത് 1-2 ആൾക്കാരോട് ഏജന്റുമാരോടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കിനും അവർ എന്തോ $1,500 വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട്, ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് രാജ്യത്താണോ റെസിഡൻസ് ഉള്ളത്, അതായത് നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് അവിടെ പോയി വിസ എടുക്കുക എന്നുള്ളതാണ്. യെസ്, അതാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഞാനിവിടെ അക്താവിൽ വന്നിരുന്നു. ഈ അക്താവിൽ നിന്നും നേരെ അൽമാട്ടി പോയി, ഫ്ലൈറ്റ് എടുത്ത് പോയി, അവിടെ നിന്ന് നേരെ ഡൽഹിയിൽ പോയി 3 ദിവസം അവിടെ നിന്നു. എന്നിട്ട് വിസ അടിച്ചു. ഇന്നലെ രാത്രി ഇവിടെ തിരിച്ചു വന്നു. തിരിച്ച് വരുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുന്ന നേരമാണ് അവരെയൊക്കെ മീറ്റ് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു ഈ യാത്ര ബ്രേക്ക് ചെയ്ത് നാട്ടിൽ പോകുന്ന കാണിക്കരുത്, ഫ്ലോ ഒക്കെ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. അതാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നിങ്ങൾ ചോദിക്കില്ലേ എൻ്റെ റഷ്യൻ വിസ അവിടെ നിന്ന് കിട്ടി നിങ്ങൾ ചോദിക്കില്ലേ. യെസ്, അപ്പോൾ അതാണ് സംഭവം. അതായത് ഒരു റഷ്യൻ വിസ എടുക്കാൻ വേണ്ടി എത്ര രൂപയാണ് ചിലവായതെന്നറിയാമോ? അതായത് എക്സ്പ്രസ് വിസയാണ് എടുത്തത്. അതായത് 2 ദിവസം കൊണ്ട്, ഇന്ന് രാവിലെ ഞാൻ പാസ്പോർട്ട് എടുത്തു, നാളെ വൈകിട്ട് എനിക്ക് പാസ്പോർട്ട് കിട്ടുന്നു. 25,000 രൂപയായി വിസ എടുക്കാൻ. ആ ഒരു വിസ എടുക്കാൻ മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി 45,000 രൂപ ഫ്ലൈറ്റിനായി. പിന്നെ അല്ലറ എല്ലാം കൂടെ ഒരു 10-20,000 രൂപ. പിന്നെ അവിടുത്തെ 3 ദിവസത്തെ താമസം, ഫുഡ്,
നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്ര രൂപ, ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് എടുത്ത് പൊട്ടി ഒരു റഷ്യൻ വിസ എടുക്കുന്ന ആലോചിച്ച് നോക്കി. ഈ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്ത് പോകണം എന്നുള്ളൊരൊറ്റ വെല്ലുവിളി ഉള്ളതുകൊണ്ട് മാത്രം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ഈസി ആയിരുന്നു ഈ പൈസ പോക്കറ്റിൽ കിടന്നേനെ. സത്യം പറഞ്ഞാൽ റഷ്യ ജസ്റ്റ് ഒരു ട്രാൻസിറ്റ് മാത്രമാണ്. വണ്ടിയും കൊണ്ട് പോകുന്നവർക്ക് വേണമെങ്കിൽ ട്രാൻസിറ്റ് വിസ സംഘടിപ്പിക്കാം. അല്ലാതെ നമ്മൾ പോകുമ്പം ട്രാൻസിറ്റ് വിസ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലി ഫുള്ളായിട്ട് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസിറ്റ് വിസ കിട്ടിയേക്കും. അതിൻ്റെ പോസിബിലിറ്റി ഞാൻ അന്വേഷിച്ചില്ല ശരിക്കും. ട്രാൻസിറ്റ് വിസയുടെ കാര്യം വേണമെങ്കിൽ അത് എടുക്കാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ, ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ എനിക്ക് ടൂറിസ്റ്റ് വിസ തന്നെ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ടൂറിസ്റ്റ് വിസ എടുത്തത്. കാരണം ഞാൻ ചിലപ്പം കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ട്രാൻസിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ട്രാൻസിറ്റ് പ്ലാൻ പ്രകാരം കറക്റ്റായിട്ട് അതേ റൂട്ടിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റില്ല, നമുക്ക് ചോദിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ടൂറിസ്റ്റ് വിസ തന്നെ എടുത്തത്. കാരണം റഷ്യയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ കയറാൻ പോകുന്ന യുദ്ധങ്ങളൊക്കെ നടക്കുന്ന വാർ സോൺ ഏരിയയിലേക്കാണ്. ഉക്രൈൻ്റെ ഭാഗം, ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ക്രാസ്നോദാർ റീജൻ, ആ ഭാഗത്തേക്കാണ് തന്ത്രപ്രധാനമായ മേഖലയിലേക്കാണ് നമ്മൾ ആക്ച്വലി കയറാൻ പോകുന്നത്. ആ വഴിയല്ല നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പോകേണ്ടി വരും. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ് നൗ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. എന്താ ചെയ്യാല്ലേ അവസ്ഥയല്ലേ. രാവിലെ ട്രെയിനിൽ കയറാൻ റെഡിയായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ട്രെയിനിൻ്റെ വീഡിയോ മിക്കവാറും ഞാൻ നാളെ ഇടുകയുള്ളൂ. അതിന് മുമ്പ് നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഹോട്ടലിൽ നിന്ന്. ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെ നോക്കി ഇവിടെ കുറേ വില്ല പ്രൊജക്റ്റുകളൊക്കെ. ഇവിടെ കുറേ എക്സ്പാറ്റ്സ് ഒക്കെ കുറേ പേര് താമസിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ കാസ്പിയൻ സീയിൽ വർക്ക് ചെയ്യുന്ന ഇന്നലെ നമ്മൾ കണ്ട ഒരേപോലുള്ള കുറേ കമ്പനികളും അതേപോലെ തന്നെ കുറേ ആൾക്കാരും ഇവിടെ അക്താവിൽ താമസിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു സമ്മർ ഹോളിഡേ ഡെസ്റ്റിനേഷനും കൂടിയാണ് ഇത് കസാഖിസ്ഥാനിലെ ആളുകളുടെ. ഇവർക്ക് ആകെയുള്ളൊരു ബീച്ച് എന്ന് പറയുന്നത് കാസ്പിയൻ സീ ഇൻ ആൻഡ് അറൗണ്ട് സ്ഥലങ്ങളിലെ ബീച്ചുകളാണ്. അവിടെ ബാക്കിൽ കണ്ടോ എന്താ സംഭവിക്കുന്നു, വലിയ ഹോട്ടലാണ്. എന്താണെന്ന് എനിക്കറിയില്ല, അത് വലിയൊരു ബിൽഡിംഗ് കണ്ടോ അവിടെ, ഹോട്ടലാന്ന് തോന്നുന്നു. അതുകൊണ്ട് സമ്മറിൽ ഇവിടെ ഭയങ്കര എന്താ പറയുക തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ്. വിൻ്റർ ആകുമ്പോഴത്തേക്കിന് എക്സ്ട്രീംലി എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആവും, ഓഫ് സീസൺ ആവും. കാരണം ഇവിടെ ഈ ഓയിൽ വർക്കും ബാക്കിയുള്ള പരിപാടികളൊക്കെ സ്റ്റോപ്പ് ആവും ഓൾമോസ്റ്റ്. പിന്നെ ചില ഭാഗങ്ങൾ കാസ്പിയൻ സീയുടെ ഫ്രീസ് ആവും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ രാവിലെ 7 മണി മുതൽ 11 മണി വരെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും. കാരണം 9 മണിക്കല്ലേ നേരം വിളിക്കുള്ളൂ. ഇത് ഇവിടുത്തെ അക്താവിലെ ഹോളിഡേ ഇൻ ഹോട്ടലാണേ. 3500 രൂപയ്ക്ക് എനിക്ക് ഇവിടെ റൂം കിട്ടിയത്. ഒന്ന് ആലോചിക്കുക, വലിയ ഹോട്ടലാണ്. 3500 രൂപയ്ക്ക് ബിക്കോസ് ഓഫ് സീസൺ ആരും ഇല്ല റെസ്റ്റോറൻറ്റിൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ അമ്മ രാവിലെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അടിപൊളി. പക്ഷേ എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ രാവിലെ മുട്ടയും അതുപോലുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. കുറച്ച് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ, സ്പഗത്തിയൊക്കെ ഉണ്ട്. പിന്നെ കുറേ സലാഡ്സ്, ഫ്രൂട്ട്സ് അതൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി, കൊള്ളാലോ. ചായ, കാപ്പി, ചായ നോക്കിയാൽ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചായ നോക്കിയാൽ. സിലോൺ ടീ, ചെറി ടീ, ഗ്രീൻ ടീ, പിന്നെ ഒറിജിനൽ ഇംഗ്ലീഷ് ടീ, ഒറിജിനൽ സിലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചായ. ഇതെന്താ സംഭവം? ഇത് പൊട്ടറ്റോ, പിന്നെ ബോയിൽഡ് വെജിറ്റബിൾസ്, പിന്നെ ഇതിനകത്ത് ഇതെന്തോ നൂഡിൽ പോലത്തെ എന്തോ ഒരു സാധനം, അത് ചിക്കനാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഫിഷ് ഉണ്ട്, പിന്നെ സോസേജ് കട്ട് ചെയ്തത്, പിന്നെ നമ്മുടെ മുട്ട ബുൾസൈ, പിന്നെ ജ്യൂസ്, വെള്ളം, ഇത് സ്പാർക്ക്ലിംഗ് വാട്ടർ ആയിരിക്കും. പിന്നെ ഇതെന്താ സംഭവം, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. രാവിലെ എല്ലാം ഇച്ചിരി എടുത്തു. ഫിഷും ചിക്കനും സോസേജും ഓംലെറ്റും എല്ലാ സംഭവങ്ങളും വെജിറ്റബിൾസും എല്ലാം കൂടി ഇച്ചിരി എടുത്തു, അലോങ് വിത്ത് സം ഗ്രീൻ ടീ. അപ്പോൾ ഇവിടെ കാസ്പിയൻ സീ കണ്ടുകൊണ്ടിരുന്ന് ഞാനിവിടെ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ഇറങ്ങല്ലേ. ഡൽഹിയിൽ ഞാൻ പോയിട്ട് 3 ദിവസം ഉണ്ടായിരുന്നല്ലോ. 3 ദിവസം ഡൽഹിയിൽ, കാരണം എനിക്ക് 3ാമത്തെ ദിവസം രാത്രിയാണ് ഫ്ലൈറ്റ് കിട്ടിയത്. ആക്ച്വലി ഇവിടെ നിന്ന് പോയത് രാത്രിയാണ്. ഞാൻ രാത്രിയിൽ ഒരു 12:30 ആയപ്പോൾ ഡൽഹി എത്തി. രാവിലെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ രാത്രി ആയപ്പോഴത്തേക്കിനും എനിക്ക് പാസ്പോർട്ട് തിരിച്ചു കിട്ടി. പക്ഷേ തൊട്ടടുത്ത ദിവസം രാവിലത്തെ ഫ്ലൈറ്റ് നോക്കിയപ്പോഴത്തേക്കിനും ഇങ്ങോട്ട് വരാൻ 50,000 രൂപയാണ് കാണിച്ചത് എക്കണോമിക്ക്. ലാസ്റ്റ് ടൈമാണ്, കാരണം പാസ്പോർട്ട് കിട്ടാതെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്ന് രാത്രിയുള്ള ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് എടുത്തു, അത് 12,000 രൂപ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അൽമാട്ടിക്കാണ് ടിക്കറ്റ് കിട്ടുന്നത്. അൽമാട്ടിയിൽ നിന്ന് അക്താവ് വരാൻ പിന്നെ 3 മണിക്കൂർ യാത്രയുണ്ട്. അതായത് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി പോകുന്ന ഡിസ്റ്റൻസ് ഉണ്ട്, അൽമാട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ. അതിന് വീണ്ടും 10,000 രൂപയായി. അപ്പോൾ അങ്ങനെ നല്ല എക്സ്പെൻസീവായി. അപ്പോൾ ഡൽഹിയിൽ ഒരു 3 ദിവസം ഞാൻ എന്ത് ചെയ്തു, ഞാൻ റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് മുടിയൊക്കെ വെട്ടണുണ്ടായിരുന്നു. മുടിയൊക്കെ വെട്ടി പിന്നെ എനിക്ക് കുറേ വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള റഷ്യ കയറി കഴിഞ്ഞാൽ റഷ്യയിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഹോട്ടൽ ബുക്ക് ചെയ്യുക, അങ്ങനെയുള്ള വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം റഷ്യയിൽ നമുക്കൊരിക്കലും നമ്മുടെ വിസ കാർഡോ മാസ്റ്റർ കാർഡോ ഒന്നും വർക്ക് ചെയ്യില്ല ഇപ്പോഴും. നമ്മൾ ക്യാഷായിട്ട് തന്നെ കൊണ്ടുപോകണം. പിന്നെ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ റഷ്യയിലുണ്ട്. ഈ യാത്രയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ബോർഡർ ക്രോസിങ് റഷ്യ തന്നെയായിരിക്കും, 100%. അത് ഉറപ്പാണ്. കാരണം അതുപോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ലാൻഡ് ബോർഡറും കൂടെ പോകുന്നത്. കഴിഞ്ഞ 2 തവണ റഷ്യയിൽ, 3 തവണ റഷ്യ പോയ സമയത്തും അവർ എയർപോർട്ടിൽ കൂടെ പോയിട്ട് പോലും നമ്മളെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് ചോദ്യമൊക്കെ ചെയ്തിട്ടാണ് അവർ നമ്മളെ വിടുന്നത്. കാരണം കുറ്റമിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ഒരു
എന്താ പറയുക അനിശ്ചിതത്വം നിൽക്കുന്ന ഒരു രാജ്യത്തേക്ക് മറ്റൊരാൾ വരുമ്പോഴത്തേക്കിനും അവർ സ്വാഭാവികമായിട്ട് അവർ ചെക്ക് ചെയ്തിട്ടേ വിടുകയുള്ളൂ. എന്നിട്ട് ഇന്നലെ ഞാനിവിടെ അൽമാട്ടിയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് എന്നോട് ചോദിച്ച് നീ 3-4 തവണ ആയല്ലോ കസാഖിസ്ഥാനിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടൂറിസ്റ്റാണ്, ഞാൻ ഇവിടുന്ന് റഷ്യക്ക് പോകാമെന്ന് പറഞ്ഞു. അന്നേരം അവന് സംശയം, അവൻ എൻ്റെ റഷ്യൻ വിസ, അതേപോലെ ഷെങ്കൻ വിസ, UK വിസ, US വിസ, ഈ വിസ എല്ലാം അവരിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ വിസ എല്ലാം ഫോർജ്ഡ് ആണോ ഒറിജിനലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിട്ടാണ് എന്നെ കടത്തി വിട്ടത്. ലൈക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടന്നു. അപ്പോൾ റഷ്യ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 16 ദിവസത്തെ സിംഗിൾ എൻട്രി വിസയാണ്. അത് പാസ്പോർട്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഇതല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗോ. അല്ലാണ്ട് ഇപ്പോൾ എന്നാ ചെയ്യാം. അപ്പോൾ നമ്മുടെ ജിൻസ് ഇല്ല, നമ്മളെന്തായാലും മീറ്റ് ചെയ്ത ജിൻസ് ബ്രോ ഇപ്പോൾ അവരുടെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വണ്ടിയിൽ നമുക്ക് അങ്ങോട്ട് പോകാം. എന്നിട്ട് പുള്ളിയുടെ എവിടെയെങ്കിലും സൈഡ് ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം. പിന്നെ പുള്ളിയോടെ 10 വർഷമായിട്ട് ജീവിക്കുന്ന ആളല്ലേ, അപ്പോൾ പുള്ളിയോട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ആക്ച്വലി പുള്ളിയുടെ ഹോട്ടലിൽ നിൽക്കാൻ എന്നോട് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ഹോളിഡേയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇവരുടെ മെമ്പറാണ്. എനിക്ക് കുറേ പോയിൻറ്റ്സ് ഉണ്ട്, പോയിൻറ്റ്സ് റിഡീം ചെയ്യാൻ പറ്റും. എനിക്ക് വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ റൂംസ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇനി ഒരു 6 നൈറ്റും കൂടെ ഹോളിഡേയിൽ ഡിസംബർ 31 മുമ്പ് താമസിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ടോപ്പ് ടയർ മെമ്പറാവും. ടോപ്പ് ടയർ മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നെക്സ്റ്റ് 1 ഇയർ എവിടെ പോയി താമസിച്ചാലും എനിക്ക് കുറേയധികം ബെനിഫിറ്റ്സ്, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് അടക്കമുള്ള കുറേയധികം ബെനിഫിറ്റുകൾ എനിക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഒരു ഇതും കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാതെ ഇവിടെ നിന്നത്. പക്ഷേ I'll be going there and meeting. അവരുടെ ഹോട്ടൽ അടിപൊളിയാണ്, ദോസ്തിക് ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട്. I'll show you. ഓക്കെ, ഞാൻ ചെക്കൗട്ട് ചെയ്തു. ഇവിടെ താഴെ റിസപ്ഷനിൽ ഇവിടെ അടുത്തൊരു ബാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ലോബി ഉണ്ട്. ഇവിടുത്തെ ഈ വാട്ടർ തീം പാർക്ക് അടിപൊളിയാണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ. നോക്കിയേ, ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കടലും നോക്കി ഇങ്ങനെ ഇരിക്കാം. എന്തായാലും കാസ്പിയൻ സീ ഭയങ്കര സംഭവം കേട്ടോ. നമ്മുടെ ഡെഡ് സീ ഇല്ലേ, ഡെഡ് സീ പോലെ തന്നെയൊക്കെയാണെന്നാണ് പറയുന്നത്. ഇവിടെ സലൈൻ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ സ്വിം ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ വിൻ്ററിലാരും സ്വിം ചെയ്യില്ലല്ലോ, ഇപ്പോൾ പുറത്തൊന്നും ഒരു മനുഷ്യനും ഇല്ല. പിന്നെ അവിടെ മൊത്തത്തിൽ പച്ചപ്പ് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, പക്ഷേ അത് ആർട്ടിഫിഷ്യലാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ തണുപ്പത്ത് എങ്ങനെയാണ് ഈ പച്ചപ്പ് പുല്ലൊക്കെ നിൽക്കുന്നത്, പക്ഷേ അത് ആർട്ടിഫിഷ്യലാണ്. എന്തായാലും സംഭവം പൊളിയാണ്. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈബായിരിക്കും. ഇവിടേക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. ടർക്കിഷ് എയർലൈൻസ് വരെ ഇവിടേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തുർക്കിയിൽ നിന്ന്, ഇസ്താൻബുളിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ വേറെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, അസർബൈജാനിലെ ബാക്കുവിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇവിടെ നിന്ന് ഫ്ലൈറ്റ്സ് ഉണ്ട്. അതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടും കൂടാണ് ഇവിടുത്തെ അക്താവ് എന്ന് പറയുന്ന എയർപോർട്ട്. വൺ സെറ്റപ്പോട്ടോ ഇത്. ഞാൻ ഈ യാത്രയിൽ ആവശ്യമില്ല, ഏറ്റവും വലിയ ഹോട്ടലുകളിലൊന്നാണ്. ഒരു മനുഷ്യനില്ല, അതുകൊണ്ടാണ് നമുക്ക് ആ ചെറിയ ബേസിക് റൂം കിട്ടിയത്. ഹൈലെക്സ്. വാവ്, ഇതാണ് ജിൻസ് അയച്ച വണ്ടി. ഓക്കെ, ഹലോ, ഹൗ ഇത് കണ്ടാ അറിയാം നല്ല ഫുള്ള് വൈബുള്ളൊരു സ്ഥലമാണെന്നത് മൊത്തത്തിൽ. എന്തായാലും സമ്മർ ആയതുകൊണ്ട് വിൻ്റർ ആയതുകൊണ്ട് ആ വൈബും കാര്യങ്ങളൊന്നുമില്ല. സമ്മറിൽ ഇവിടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ, നിങ്ങൾ ഈ കസാഖിസ്ഥാനിലൊക്കെ വരുമ്പോൾ ഈ അൽമാട്ടിയും ഭാഗമൊക്കെ കറങ്ങാതെ ഈ ഇങ്ങേ അറ്റത്തും കൂടെ ഒക്കെ ഒന്ന് വരികയാണെങ്കിൽ രസമായിരിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ അമ്മ കൊള്ളാട്ടോ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ വെള്ളമൊക്കെ ഫ്രീസ് ആവും. അതായത് ഡിസംബർ ലാസ്റ്റ് ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ വെള്ളമൊക്കെ ഫ്രീസ് ആവും എന്നാണ് എന്നോട് ഇന്നലെ ജിൻസ് ബ്രോ പറഞ്ഞത്. ഇത് അടിപൊളിയാട്ടോ. അത് വന്നിട്ട് പ്രോപ്പർ ബീച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ലേക്ക് സൈഡ് പോലെയൊക്കെ തന്നെയാണ്. വലിയ തിരയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ഏരിയ ഒക്കെ നോക്കിയാൽ അടിപൊളി ടർഫൊക്കെ ഉണ്ട്, കണ്ടില്ലേ, സീ സൈഡിൽ ടർഫ്. പിന്നെ ഇവിടെ വലിയൊരു ഒരു ബൊലിവാർഡ് പോലത്തെ ഒരു സ്ഥലം, അത് തകർത്ത് കേട്ടോ. ശരിക്കൊരു യൂറോപ്യൻ ലെവലിലേക്കാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഈ ഒരു സ്ഥലം ഇവരെ ഡെവലപ്പ് ചെയ്ത്. അടിപൊളിയേ. അങ്ങനെ നമ്മൾ ഇപ്പുറത്ത് മറ്റേ ഹോട്ടലിലെത്തി. ഇത് ഹോട്ടൽ ദോസ്തിക്. ഇവിടെ ഇതാണ് ജിൻസിൻ്റെ ഹോട്ടൽ ദോസ്തിക് ഹോട്ടൽ. ഈ ഹോട്ടലാണ്, അടിപൊളി ഹോട്ടലാണ് സംഭവം. അതിലെ എന്താ പരിപാടി നോക്കട്ടെ. നമുക്കൊന്ന് പുറത്തേക്കൊന്ന് കുറച്ച് സമയമുണ്ട്, ഇറങ്ങാൻ പോകണം. യെസ്, ഹായ്, ഗുഡ് മോർണിംഗ്. അയ്യോ സാറോ, ബാഗ് ഇവിടെ വയ്ക്കാം. യെസ്, ഇവരുടെ ഹോട്ടലിൽ റെസ്റ്റോറൻ്റാണ് വേണ്ടില്ല. എനിക്ക് ഇതും അടിപൊളി നല്ല ഹോട്ടലാട്ടോ. അവിടെ ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഞാൻ ഇവിടെ താമസിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് നടക്കാനായിട്ട് പോകേണ്ട, ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ ഹോട്ടലിൽ താമസിക്കും കേട്ടോ. അയ്യോ, ഞങ്ങൾ ഇതിനു മുമ്പ് മീറ്റ് ചെയ്തായിരുന്നു. ഞാൻ നാട്ടിൽ പോകുന്നതിന്, ഡൽഹി പോകുന്നതിന് മുമ്പ് തലേ ദിവസം ഞാനിവിടെ വന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങോട്ട് പോവാം. ഓക്കെ, വെരി ഗുഡ്. എന്നാലും ഞാൻ സത്യം പറഞ്ഞാൽ കസാഖിസ്ഥാനിൽ അത് ഇതുപോലൊരു സ്ഥലത്ത് ഇവിടെ ഇതുപോലൊരു ഈ ഹോട്ടലിൽ ഒരു മലയാളി മാനേജർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. എന്തായാലും ഭയങ്കര ഒരു കൗതുകമായിരുന്നു എനിക്ക്. 20 വർഷമായിട്ട് ഇവിടെ ജീവിക്കും. നിങ്ങൾക്ക് തണുക്കുന്നില്ലേ? ഈ മനുഷ്യൻ ജാക്കറ്റ് ഇടത്തില്ല മര്യാദയ്ക്ക്. ഞാൻ കാര്യമായിട്ട് ചോദിച്ചാൽ ഇവിടെ തണുപ്പത്ത് ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ തണുക്കത്തില്ല, അങ്ങനെ വല്ലതും ഉണ്ടോ?
ഈ കാണുന്നതൊക്കെ പഴയ സോവിയറ്റ് കാലത്തെ കെട്ടിടങ്ങളാണ് ഈ കാണുന്നതുണ്ടല്ലോ, കണ്ടോ? ഇവിടെ പുതിയ കെട്ടിടങ്ങളും പഴയ കെട്ടിടങ്ങളും കാണാൻ സാധിക്കും. ഇതെങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചെങ്കല്ലൊക്കെ പോലത്തെ തന്നെ ഒരു ടൈപ്പ് ഓഫ് കല്ലാണ്. അതായത് ബേസിക്കലി ഒരു ചുണ്ണാമ്പ് കല്ല് പോലത്തെ ഒരു കല്ല് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇവർ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് തെർമോക്കോളും മറ്റുമൊക്കെ വെച്ച് ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് എന്നോട് ജിൻസ് പറഞ്ഞത്. അത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ഇവിടെ എത്ര വരെയൊക്കെ തണുപ്പ് പോയി ഈ സ്ഥലത്ത്? യൂഷ്വലി -30 ഒക്കെ വരും ഇവിടെ. ദൈവം, അത്രയൊക്കെ വരും? ഈ കാസ്പിയൻ സീ ശരിക്കും ഐസ് ആവുമോ? ഷോറിലൊക്കെ ആവുമോ? വരും അല്ലേ? കാരണം ചില സ്ഥലത്തൊക്കെ ഞാൻ പോകുമ്പോൾ റോഡിൽ വീണ് കിടക്കുന്ന വെള്ളം പോലും ഐസായിട്ട് കിടക്കുന്നത് കാണാം. അതാണ് ഞാൻ ചോദിച്ചത്. -30 എന്നൊക്കെ പറയുമ്പോൾ ഇതിന് എക്സ്ട്രീം തണുപ്പല്ലേ? വരുന്നുണ്ടല്ലേ? ഡിസംബറൊക്കെ കഴിയുന്നത് ആണോ? ഈ കാണുന്ന സോവിയറ്റ് ബിൽഡിങ്ങിൽ ഇത് കണ്ടോ, അതിൽ പെയിൻറ്റിങ് പോലെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, നോക്കി. അത് സത്യം പറഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ താഴെ മുതൽ മുകളിൽ വരെയുള്ള ആ ഒരു ഏരിയ കംപ്ലീറ്റ് അത് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഒരു മനുഷ്യരുടെ, അതായത് വേൾഡ് വാർ 2 ഒരു മെമ്മോറിയലായിട്ട് ചെയ്തിരിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 3-4 ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ അവിടെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കൊള്ളാം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. ഇത് പ്രൈവറ്റ് ബിൽഡിങ്ങുകൾ തന്നെയാണോ ഗവൺമെൻറ്റിൻ്റെയാണോ? എല്ലാം പ്രൈവറ്റ് അല്ലേ? ഞാൻ കരുതി ഗവൺമെൻറ്റിൻ്റെ ബിൽഡിംഗ് ആയിരിക്കുമെന്ന്. പിന്നെ ഇതിവിടുത്തെ ഒരു തിയേറ്ററാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇവരുടെ ഈ ബാലെ തിയേറ്റേഴ്സും പിന്നെ ഓപ്പറ പോലെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഇത് സിനിമ തിയേറ്റർ കേട്ടോ, അതെനിക്ക് അടിപൊളി. സ്ട്രീറ്റിൻ്റെ മധ്യഭാഗത്ത് ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരു മോണുമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ആ ഒരു മോണുമെൻറ്റിൻ്റെ മധ്യഭാഗത്തായിട്ട് തീ കത്തുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. ഇതിങ്ങനെ 1, 2, 3, 4, 5, അതായത് ഇങ്ങനെ 5 വിരലുകൾ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ആ ഒരു ഷേപ്പിലാണ് ബേസിക്കലി ഇത് ഇവിടെ ഉള്ളത്. ഇതിൽ 1941, 42, 43, 44, 45 എന്നും പറഞ്ഞുകൊണ്ട് ഇതെന്താ ബേസിക്കലി? ഇത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അന്നത്തെ ഫൈറ്റേഴ്സിൻ്റെ അവരുടെ മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. ഓ, അത് ശരി. ഓക്കെ. അപ്പോൾ ഇവിടെ എപ്പോഴും ഇവിടെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കും ഉണ്ടല്ലേ? ഇതെങ്ങനെ കത്തുന്നതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ. നമ്മുടെ തുർക്ക്മെനിസ്ഥാനിലുണ്ടല്ലോ സ്റ്റാർ കണ്ടോ? റഷ്യയുടെ ആ പഴയ സ്റ്റാറാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ ആർമി വന്നപ്പോൾ ഇത് കണ്ടെന്നും അവരൊരു സ്റ്റോപ്പ് ചെയ്തെന്നും അതിൻ്റെ ആ മെമ്മറിക്ക് വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത് അല്ലേ? എന്തായാലും കൊള്ളാം. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെമ്മോറിയലാണ് സംഭവം. കൊള്ളാം. അത് ഒരു അതായത് ഒരു മാലാഖ ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുന്നു. മധ്യഭാഗത്തായിട്ട് 2 ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു സ്റ്റാച്ചു. അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാച്ചു ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മദർ തെരേസയെ പോലെയൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു പരിപാടികളാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇതുപോലെയുള്ള വേൾഡ് വാറിൻ്റെ മെമ്മോറിയൽ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതായത് ബേസിക്കലി നമുക്കറിയാമല്ലോ തണുപ്പാട്ടോ, -2 കാറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ തീർന്ന്. ഇതിൽ രാത്രി -5 എന്തൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സോവിയറ്റ് യൂണിയൻ്റെ പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ബേസിക്കലി. അപ്പോൾ ആ സോവിയറ്റ് യൂണിയനിലെ രാജ്യങ്ങളായിരുന്നല്ലോ ഈ നമ്മൾ ഇത്രയും നാൾ സഞ്ചരിച്ച കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, പോകാതിരുന്ന തുർക്ക്മെനിസ്ഥാൻ പോയില്ല, പിന്നെ കിർഗിസ്ഥാൻ, ഇതൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന സ്ഥലങ്ങളായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയനിൽ നിന്നും വിഭജിച്ചാണ് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഏഷ്യ കഴിഞ്ഞ് നാളെ ഞാൻ അത്രാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. അതായത് ഇവിടെ നിന്ന് എനിക്ക് ഏകദേശം 24 മണിക്കൂർ വരുന്നൊരു ട്രെയിൻ യാത്രയാണ് ഞാൻ ഇന്ന് കയറാൻ പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കയറി കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അത്രാവ് എത്തുള്ളൂ. അത് ഈ അത്രാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ ഉള്ള അക്താവ്, ഈ അക്താവിൽ നിന്ന് ഇത് ഇങ്ങനെ കറങ്ങി മേളിലോട്ട് പോയിട്ട് കാസ്പിയൻ സീയുടെ തന്നെ മേൽഭാഗത്ത് ഉറാൽ റിവർ വന്ന് ചേരുന്ന, കാസ്പിയൻ സീയിൽ വന്ന് ചേരുന്ന പ്രദേശമാണ് അത്രാവ് എന്ന് പറയുന്നത്. ഇത് അക്താവ്, അത് അത്രാവ്. ആ അത്രാവിൽ നിന്നാണ് നമ്മൾ റഷ്യയിലേക്ക് കയറുന്നത്. റഷ്യയിലെ അസ്ത്രഖാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. വേണ്ടിയല്ല, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് സെൻട്രൽ ഏഷ്യ കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ റഷ്യയിലേക്ക് കയറാൻ പോവാം. എന്താവും. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നമ്മുടെ സീ സൈഡ് ഏരിയയിലേക്ക് എത്തി.
ഇവിടെയൊക്കെ നമുക്ക് ഇടതുവശത്തായിട്ട് നമുക്ക് ഈ കാണുന്നതൊക്കെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളാണ്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നിർമ്മിച്ച പഴയ കെട്ടിടങ്ങളാണ്. പിന്നെ ഹോട്ടലുകളും ബാറുകളും അങ്ങനെയുള്ള പല പരിപാടികളൊക്കെ നമുക്ക് കാണാം. ഇവിടെ കുറേ മോണുമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സീ സൈഡിൽ കൂടെ നമുക്കൊന്ന് പോയിട്ട് ഒന്ന് വാക്കബിൾ നടന്നിട്ട് വരാം. അതായത് ബേസിക്കലി നമ്മൾ ഈ മുംബൈയിൽ മറൈൻ ഡ്രൈവ് ഇല്ല, അതേപോലത്തെ ഒരു സ്ഥലം. ഇവിടെ സമ്മർ നല്ല വൈബായിരിക്കും അല്ലേ? ആണോ? ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരും. ശരി കേട്ടോ, ഇത് കണ്ടിട്ട് എനിക്ക് ഒറിജിനലാണെന്നാണ് തോന്നുന്നത്. അതുപോലെ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനലാണ്. അതിൻ്റെ എഞ്ചിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എല്ലായിടത്തും എന്ത് വൃത്തിയാണെന്നറിയാമോ? ആളുകളൊക്കെ വളരെ അച്ചടക്കത്തോടു കൂടി വണ്ടി ഓടിക്കുന്നു. കറക്റ്റായിട്ട് പെഡസ്ട്രിയൻ ക്രോസിങ്, ആളുകളൊക്കെ അതെല്ലാം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നു, പാലിക്കുന്നു. ആ ഒരു കാര്യത്തിലുണ്ടല്ലോ നമ്മുടെ നാട്ടിലും നമ്മുടെ ആൾക്കാരും ഇപ്പോഴും പുറകിലാണ്. നമ്മളതൊക്കെ ഒത്തിരി മുന്നേറാനുണ്ട്. ഈവൻ നമ്മുടെ സ്ട്രീറ്റ്സ് വൃത്തിയാക്കി സൂക്ഷിക്കാൻ പോലും നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ തന്നെ ഇതിവിടെ റെഡ് മാറി ഗ്രീൻ വരും, അന്നേരം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഞങ്ങൾ ആ സീ സൈഡ് എത്തിയപ്പോഴത്തേക്കിനും ഈ കാണുന്നതൊക്കെ ഇവിടെ ഉള്ള കുറേ പബ്ബുകളും പിന്നെ കരോക്കെ, പിന്നെ ഇവിടെ ഡാൻസ് ബാറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പുള്ളി. ആണോ? ഉണ്ടോ? പുള്ളി ക്യാമറ ഓണാക്കി അതേ മിണ്ടൂല, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറയും. ഞാൻ ക്യാമറ ഓണാക്കി വരുമ്പോഴത്തേക്കിന് ഒന്നും പറയത്തില്ല. അതാണ് നമ്മളിന്ന് പോകാൻ പോകുന്ന അത്രാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടെ ആക്ച്വലി വേണം ഷെയർ ടാക്സി എടുത്ത് പോകാൻ പറ്റും. ഷെയർ ടാക്സിയിൽ ഏകദേശം ഒരു 12-13 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അവർ കാറിൽ അത്രയും സമയം ഇരുന്ന് യാത്ര ചെയ്യുന്നതിലും ഭേദം 24 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിൽ പോകുന്നത്. അതെ, ട്രെയിനും വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല കേട്ടോ. 1500 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ്, അത്രേ ഉള്ളൂ. അത് മറ്റേ കൂപ്പേ, അത് മിക്കവാറും കാലിയായിരിക്കും ട്രെയിൻ. വിൻ്റർ ആകുമ്പോഴത്തേക്കും ട്രെയിൻ പകുതിയും കാലിയായിരിക്കും, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ കുറേ ഇൻഡോർ ഔട്ട്ഡോർ സ്പോർട്സ് ഏരിയാസ് ഉണ്ട് അവിടെ. ഒരു ബാസ്കറ്റ് ബോൾ പാർക്ക്, പിന്നെ കുറേ ടർഫുകൾ കുറേ സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇതൊരു പാർക്ക് പോലത്തെ ഒരു ഏരിയ. അതായത് വൈകിട്ടാകുമ്പോഴത്തേക്കിനും ആളുകൾക്ക് വന്നിരുന്ന് ഗ്രില്ല് ചെയ്യാനും അതേപോലെ തന്നെ ബാർബിക്യൂ ചെയ്യാനും 2 ബിയർ കഴിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലം. ആലോചിച്ച് നോക്കി, നമ്മളവിടെയൊക്കെ ഒരു കടൽ തീരത്ത് പോയിരുന്ന ആരെങ്കിലും ഒരു ബിയർ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പോലീസ് പിടിച്ചുകൊണ്ട് പോകില്ലേ? പരസ്യമായിട്ട് മദ്യപാനിച്ചെന്ന്, പക്ഷേ മദ്യപിച്ചെന്നും പറഞ്ഞുകൊണ്ട്. അയ്യോ, പുറത്തൊക്കെ അത് ചില്ലാണ്. പാർക്കിലും അവിടെ ഇവിടെയും എല്ലായിടത്തും ആളുകൾ ഇങ്ങനെ ഇരുന്ന് ചില്ലാണ്. പക്ഷെ അവരാരും കച്ചറ ഉണ്ടാക്കില്ല, നമ്മൾ കച്ചറ ഉണ്ടാക്കും. അതാണ് പ്രശ്നം. 15 വയസ്സിന് മുമ്പ് പിള്ളേരെ രാത്രി പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയുണ്ടോ? അതായത് 11 മണിക്ക് ശേഷം അവർ പുറത്ത് കണ്ടാൽ അവരുടെ പേരൻസിന് 30,000 ഫൈൻ അടിക്കും. ഓക്കെ. അതുപോലെ സിഗരറ്റ് പബ്ലിക് ഏരിയ പാടില്ല. അതുപോലെ ആൽക്കഹോളും അതിൻ്റെ ഏരിയ ഉണ്ട്. ലൈസൻസ് ഉള്ളിടത്തേ പറ്റുള്ളൂ വിൽക്കാനും പറ്റുള്ളൂ, കഴിക്കാനും. ഓക്കെ. അതുപോലെ ഈവനിങ് 11 o'clock ശേഷം ആൽക്കഹോൾ സെയിൽസ് പറ്റില്ല. ശരി. അത് റെസ്റ്റോറൻറ്റിലും പറ്റില്ല? റെസ്റ്റോറൻറ്റിൽ പറ്റും. ഓക്കെ. അല്ലാതെ കടകളിൽ നിന്ന് സെയിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ. അത് റീസെൻ്റ് ആയിട്ട് വന്ന ലോസാണ്. ആളുകൾ കച്ചറയാകുമ്പോൾ ലോസ് സ്ട്രിക്റ്റ് ആവും. ശരി. പുള്ളി ഇവിടെ വന്നോ? ശരി, നമ്മുടെ വണ്ടി ഇവിടെ വന്നല്ലോ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പം നമുക്ക് എനിക്ക് വെള്ളത്തിലും തുടങ്ങണം. നമുക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വരാം. എന്തോരം റിയൽ എസ്റ്റേറ്റ് ആണെന്നറിയാമോ? അത് കംപ്ലീറ്റ് പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ ഈ കാണുന്നതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളും വീടുകളും പിന്നെ ഹോട്ടലുകളും ഒക്കെ ആയിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് വേറെ ലെവൽ വൈബ്. ഇതെന്താ പരിപാടി? റെസ്റ്റോറൻറ്റാ? ഇതൊരു റെസ്റ്റോറൻറ്റ് പോലെ തന്നെ സെൻ്ററൊക്കെയാണ്. ഈവനിങ് വന്ന് ഒരു ക്യാബിൻ എടുക്കാം. ഓക്കെ. നമുക്ക് ക്യാബിൻ എടുക്കാം. ഒരു 4-5 പേരുണ്ടെങ്കിൽ ഒരു ക്യാബിൻ എടുക്കുക. അപ്പോൾ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തരും അല്ലേ? അങ്ങനത്തെ പരിപാടി. അടിപൊളിയാണല്ലോ. ഇങ്ങനെ അല്ലേ, മജ്ലിസ് പോലെ. അതായത് വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് കടലൊക്കെ കണ്ട് അല്ലേ കിടന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പൊക്കെയാണ്. അത് ശരി, കൊള്ളാട്ടോ. സംഭവം അടിപൊളിയാണ്. നല്ലൊരു ആംബിയൻസ്. നൈസ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ കാണുന്നത് കാസ്പിയൻ സീ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലേക്കാണ് ബേസിക്കലി ഇത്. അതായത് ഓപ്പൺ സീയുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരു സീ, അതാണ് ബേസിക്കലി കാസ്പിയൻ സീ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് റഷ്യയിൽ പോയ സമയത്ത് നമ്മൾ ലേക്ക് ബൈക്കിൽ കാണാൻ പോയായിരുന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയ ലേക്കാണ്. എങ്ങനെയാണെന്നറിയോ? ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഇത് സലൈൻ വാട്ടറാണ്, പക്ഷേ അത് ഫ്രഷ് വാട്ടർ ലേക്കാണ്. ദാറ്റ് ഈസ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക്. പക്ഷേ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക് എന്നാണ് ബേസിക്കലി പറയുന്നത്. കടലാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി ഒരു കടലാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ ലേക്ക്. അപ്പോൾ ആ ഒരു കാസ്പിയൻ സീയുടെ അറ്റത്തേക്കുള്ള ആ ഒരു സംഭവം കണ്ടില്ലേ?
മറ്റേ എന്തായിരുന്നു ആ സിനിമയിൽ ഒക്കെ പാട്ടും പാടി നടക്കുന്നില്ല പൂ, അങ്ങനത്തെ ഒരു പൂവാണത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ ഇങ്ങനെ കാണാം. എനിക്ക് കടലിലേക്ക് ഇറങ്ങിപ്പോയി വെള്ളത്തിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ അതിന് പറ്റിയൊരു സാഹചര്യമല്ല. മൊത്തത്തിൽ ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഞാൻ 1-2 യൂട്യൂബേഴ്സിവിടെ കാസ്പിയൻ സീയിൽ വന്ന് സ്വിം ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിൻ്ററിലെ പോസിബിൾ അല്ലല്ലോ, സമ്മറിലാണെങ്കിൽ നടക്കുമായിരുന്നു. ഏരിയ മൊത്തത്തിൽ അടിപൊളിയാട്ടോ, സംഭവം അടിപൊളി, നല്ല വൈബുള്ള സ്ഥലങ്ങൾ, നല്ല തിരക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആലോചിക്കുന്ന സമ്മറിലൊക്കെ ഇവിടെ എന്ത് രസമായിരിക്കും എന്നല്ലേ. അടിപൊളി. പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണി. എനിക്ക് ഈ സാധനം കാണുമ്പോഴത്തേക്കിന് സല്ലാപത്തിൽ മഞ്ജുവാര് ഇതും പിടിച്ചുകൊണ്ട് നടക്കുന്നൊരു, സല്ലാപത്തിലല്ലേ മഞ്ജുവാര് ആണോ, ഇതുപോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് ഓർമ്മ വരും. ഒരു കപ്പലൊക്കെ കിടപ്പുണ്ടല്ലോ അവിടെ, എന്തായിരിക്കും അത്? കണ്ടെയ്നർ ഷിപ്പോ ആയിരിക്കും, കാർഗോ ഷിപ്പ് ആയിരിക്കും അല്ലേ. ഈ നിങ്ങളുടെ ഹോട്ടലിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവരെങ്ങോട്ടാണ് ബേസിക്കലി പോകുന്നത്? ഒരു കുരിക്ക് എന്ന് പറയുന്നത് ഒരു ബോട്ടാണ്. ആ ബോട്ടിനെ അവർ അതിൻ്റെ ആഴം കൂട്ടുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് മണ്ണെല്ലാം പമ്പ് ചെയ്യുന്നൊരു 5 കിലോമീറ്റർ അതിനോട്ട് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ റിഗൊക്കെ എവിടെയാണ് ഉള്ളത്? ഇവരുടെ ഓഫ് ഷോറിലാണ് കുറേ പോകേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഐലൻഡുകളൊക്കെ. അത് ശരി, ഇതൊരു ശരിക്കൊരു വല്ല സംഭവമാണിത് കാസ്പിയൻ സീ എന്ന് പറയുന്നത് അല്ലേ. ഒരു ലേക്ക്, അതിങ്ങനെ ശരിക്കും ഭയങ്കര സംഭവം അല്ലേ. ഇങ്ങനെ ഓയിൽ റിച്ച് ആയിട്ട് എത്ര രാജ്യങ്ങളാണ് അതുകൊണ്ട് ജീവിക്കുന്നത്. റഷ്യ ശരിക്കും കുറേ കാര്യങ്ങൾ കാസ്പിയൻ സീ കൊണ്ട് നേടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതുള്ളത് കസാഖിസ്ഥാനാണ്. ഈ മൊത്തത്തിൽ ബോർഡർ നോക്കുകയാണെങ്കിൽ, ഏരിയ നോക്കുകയാണെങ്കിൽ 7000 കിലോമീറ്ററോളം വരും ഈ ഒരു ഇതിൻ്റെ ഔട്ടർ ആ ഒരു സർഫസ് എന്ന് പറയുന്നത്. അത്രയും വലിയ ഒരു ലേക്ക്. എന്താ അല്ലേ സംഭവം? സി ആണോ ലേക്കാണോ വാട്ടർ ഇറ്റ് ഈസ്. ഞങ്ങളിപ്പോൾ വേറൊരു സ്ഥലത്തെത്തിയതാണ്. ഇവിടെ വേണമെങ്കിൽ താഴേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് നമുക്ക് കാസ്പിയൻ സീ ഒക്കെ പോയി കാണാം. ഇവിടെ നിയർ ബൈ ശരിക്കും 1 ഡേ ട്രിപ്പൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ ഇതേപോലത്തെ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതുപോലത്തെ കുറേ, കാരണം ഇതൊക്കെ ഒരു 2-3 മണിക്കൂറൊക്കെ പോയാൽ മാത്രമേ, അത് ഓഫ് റോഡ് വണ്ടികളിലൊക്കെ പോയാൽ മാത്രമേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. സമ്മറിലാണ് അതൊക്കെ ബെസ്റ്റ് സമയം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറേ അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല വെയിലുണ്ട്, അതേപോലെ തണുപ്പുണ്ട്. അങ്ങ് ദൂരെ നമുക്ക് കുറച്ച് ഫാക്ടറികളൊക്കെ കാണുന്നതുണ്ടോ, പുകയൊക്കെ പോകുന്നതുണ്ടോ. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ കടൽ വെള്ളം എടുത്ത് ശുദ്ധീകരിച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഇവിടെ ഗവൺമെൻറ് ഈ ഹോട്ട് വാട്ടർ സപ്ലൈ ഉണ്ട് ഇവിടെ ബിൽഡിങ്ങുകൾക്കും അതേപോലെ തന്നെ വീടുകൾക്കും മറ്റുമൊക്കെ. ഈ അകത്ത് ടെമ്പറേച്ചർ നിലനിർത്തുന്നതിനും മറ്റുമൊക്കെ അല്ലേ അത് ബേസിക്കലി ഹോട്ട് വാട്ടർ വെച്ചിട്ടല്ലേ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള ആ ഒരു ഹോട്ട് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയുള്ള പ്ലാന്റുകളാണ് ആ ഭാഗത്ത് നമുക്ക് കാണുന്നത്. ഇവിടെ ഈ ഒരു സ്ഥലം ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് ഇങ്ങനെ ചെറിയൊരു സ്റ്റെപ്പുകളൊക്കെ പണിത് താഴേക്ക് വെച്ചിട്ടുണ്ട്. ഇത് സൂപ്പറാണല്ലോ. ഇവിടെ കുറേ ഇതുപോലെയുള്ള വാക്ക് വേ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, കടലിൻ്റെ മേളിൽ കൂടെ. ഇവിടെ അത്യാവശ്യം ചെറിയൊരു തിരയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ശരിക്കും ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ട് കടൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇറങ്ങി പോയി എന്നൊക്കെ ഉള്ളതാണ്. കാരണം അതിങ്ങനെ വെള്ളമടിച്ച് ഷേപ്പായിരിക്കുന്നതാണ്. അതായത് വെള്ളമടിച്ചെന്ന് പറഞ്ഞാൽ ആ വെള്ളമല്ല കേട്ടോ, വെള്ളം ഇങ്ങനെ തട്ടി നമ്മൾ കടലിൽ കാണത്തില്ല, അതേപോലെ തന്നെ വെള്ളം തട്ടി പോയി ഒഴുകി ഷേപ്പായിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്ട്സ് ആണ്. നമ്മുടെ അരാൽസിയൊക്കെ വറ്റിപ്പോയ പോലെ ഇവിടെ വാട്ടറിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ മറ്റേ ആഴം കൂട്ടുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും അതൊക്കെ ഒരു ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം ഒന്നാമത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഓപ്പൺ സീയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ലേക്ക് പോലെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഇങ്ങനെ പറ്റിപ്പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മഴ പെയ്യുന്നത് വളരെ കുറവല്ലേ ബേസിക്കലി. ഇത് കൊള്ളാലോ, വാവ്, ഇത് പൊളിച്ച് ഇതിയായപ്പോഴാണോ ശ്രദ്ധിക്കുന്നത്. നല്ല അടിപൊളി റെയിൻബോ കളറിൽ പെയിൻ്റൊക്കെ അടിച്ച് ആ ഭാഗം കണ്ടില്ലേ, അത് കണ്ടാൽ നമുക്കറിയാം കേട്ടോ. അതായത് വെള്ളം തട്ടി വെള്ളം തട്ടി മറിഞ്ഞ് പോയിട്ട് തിരയടിച്ച് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ മാറി നിൽക്കുന്നതാണ്. അതിൻ്റെ മേളിൽ പോലും നല്ല അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ വിൻ്ററിലും ആൾക്കാർ വരുമോ? വൈകിട്ട് തിരക്കായിരിക്കും അല്ലേ. കൊള്ളാം കേട്ടോ പരിപാടി എല്ലായിടത്തും. ഇത് കണ്ട് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ. ഒക്കെ വൈകിട്ട് രാത്രി ആയിട്ടാണെങ്കിലും നല്ല അടിപൊളി സെറ്റപ്പ് ആയിരിക്കും. മൊത്തത്തിൽ നല്ല ഒരു കിടിലം വൈബ്. എനിക്ക് ആ ഒരു മല ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ, ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നത്. അടിപൊളിയേ. വിൻ്ററിൽ ഇവിടേക്ക് ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ സമ്മറിൽ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഇതെന്തോ ഒരു മുൾച്ചെടിയാണ് കണ്ടോ, മുള്ളുണ്ട്, ഇലയൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയിരിക്കുക. വെയിലുണ്ടായിട്ട് ഒരു കാര്യമില്ല, ഭയങ്കര തണുപ്പാണ്. നാട്ടിൽ ഭയങ്കര ചൂടാണ്. ശ്വേത വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവിടെ ഭയങ്കര ചൂടാണ്. സാധാരണ ഡിസംബറൊക്കെ ആകുമ്പോഴും മൊത്തത്തിൽ തണുപ്പ് വരേണ്ടതാണ്, ചെറിയൊരു തണുപ്പൊക്കെ വരേണ്ടതാണ്, മൊത്തത്തിൽ ചൂടാണ്. ശരിക്കും പല സ്ഥലത്തും വിൻ്റർ ലേറ്റാണ് ഇപ്പോൾ.
എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് പല സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അന്റാർട്ടിക്കയൊക്കെ വറ്റി തുടങ്ങിയെന്നാണ് കേട്ടത്, ഐസൊക്കെ വെള്ളമായി വരുന്നെന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ സീ ലെവൽ കൂടും, സീ ലെവൽ വലുതാവും, എന്നിട്ട് നമ്മുടെയൊക്കെ പല സ്ഥലങ്ങളും മുങ്ങിപ്പോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒക്കെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നമ്മുടെയൊക്കെ കയ്യിലിരിപ്പാണ് അതിൻ്റെയൊക്കെ കാരണം. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇവർ ഇതേപോലെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ കടലിൻ്റെ ആ ഒരു കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങനെ നമുക്ക് നടന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ ഈ ഒരു പാലമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. നൈസ്. എന്തായാലും കൊള്ളാം, നല്ലൊരു കിഡിലെ സ്ഥലം. താങ്ക് യു ഫോർ ടേക്കിംഗ് മീ ഹിയർ. ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഈ കളറൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. ഭയങ്കര രസമുണ്ട്, ആ കളറൊക്കെ അടിച്ചിങ്ങനെ നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ഇവർ ഈ മല ഇടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ അല്ലേ ശരിക്കും? മല ഇടിച്ചിങ്ങനെ തുറന്നേ. എന്തായാലും സംഭവം കൊള്ളാം. ബ്ലൂ കളറിലെ സ്കൈയും പിന്നെ റെയിൻബോ കളറിലെ സ്റ്റെപ്സും പിന്നെ ഈ കളറിലെ പാറയും ഒക്കെ ആയിട്ട് നൈസ്, അടിപൊളി. നല്ല കുറേ ഫോട്ടോസ് വെക്കാം. അപ്പോൾ ഗുഡ് ബൈ കാസ്പിയൻ സീ. 24 മണിക്കൂർ ട്രെയിൻ യാത്രയല്ലേ, അതിനു മുമ്പ് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കണം. സൂപ്പർ മാർക്കറ്റിൽ വന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാം, ഇല്ലെങ്കിൽ ട്രെയിനിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇത് കണ്ടോ, ഈ കാണുന്നതൊക്കെ കുതിരപ്പാലാണ്. കണ്ടോ, പാലുണ്ട്. നമ്മൾ പശുമ്പാലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഈ കടയിൽ കുതിരപ്പാലും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ കയറി വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, 24 hours ട്രെയിനിലിരിക്കേണ്ടതല്ലേ, അപ്പോൾ നമുക്ക് ടൈം പാസിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ എക്സ്പെൻസീവ് ആണോ? കുഴപ്പമില്ല. തുർക്കിയിൽ നിന്ന് വരുന്നതാണോ എല്ലാം? ഓ അത് ശരി, ഓക്കെ. അങ്ങനെ ട്രെയിനിലിരുന്ന് കഴിക്കാനുള്ള ഫുഡും കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വി ആർ ബാക്ക് ടു ദിയർ ഹോട്ടൽ. അപ്പോൾ ഇതിനകത്തൊരു സംഭവം എന്താണെന്നറിയോ, ഇവർക്ക് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടൊരു ഇന്ത്യക്കാരൻ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ചോറും മീൻകറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ചോറും മീൻകറിയും കഴിച്ചിട്ട് പോകാം. ഇത് ശരിക്കും ആരുടെ ഹോട്ടൽ? ഇത് ഇന്ത്യൻ ആണോ? ശരി, ഇന്ത്യൻ ഓണർ ഹോട്ടലാണ്. വെരി ഗുഡ്. എത്ര റൂംസ് ഉണ്ട് നിങ്ങൾക്ക്? അത് ശരി, കുറെ റൂംസ് ഉണ്ടല്ലേ, അടിപൊളി. കൊള്ളാലോ, നല്ല ഇന്റീരിയർ ആണല്ലോ. ഇത് പുതിയതാണോ? 1 year. എനിക്ക് നിങ്ങളുടെ ഇന്റീരിയർ ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസ്. 307. വാവ്. വെറുതെ അല്ല ചേട്ടൻ പറഞ്ഞത് ഹോൾഡെയിനിലെക്കാട്ടി അടിപൊളിയാണെന്ന് കേട്ടോ. നൈസ്. ഇറ്റ്സ് എ മോഡേൺ ഹോട്ടൽ അല്ലേ? കൊള്ളാം, അടിപൊളി. വലിയ റൂമാണ്. ഇത് കാറ്റഗറിയാ? വലിയ കാറ്റഗറി എന്താണെന്ന് തോന്നുന്നല്ലോ. നൈസ്, അടിപൊളി കേട്ടോ. എനിക്ക് ആ ഒരു പച്ച തീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ കംപ്ലീറ്റ് പച്ചയാണ് ചെയ്തത്. പക്ഷേ ഈ പച്ചയല്ല, മറ്റേ ഒലീവ് ഗ്രീൻ ഇല്ലേ, ആ ഒരു ഒലീവ് ഗ്രീനാണ് കംപ്ലീറ്റ് പരിപാടികൾ ചെയ്തിരിക്കുന്നത്. നൈസ്, നല്ല ഹോട്ടൽ. ഇത് എത്ര രൂപയാണ് ഇപ്പോൾ ഇവിടെ റേറ്റ്? ഓക്കെ, നൈസ് ഹോട്ടൽ ബ്രോ, നല്ല കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ റൂംസും ഓരോ തീമിലാണല്ലേ? കൊള്ളാം. ഇത് വേറൊരു കളറ്, അടിപൊളി. ഇത് ഇവരുടെ സ്റ്റാൻഡേർഡ് റൂം എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ചെറുതായിരിക്കും. എന്നാലും കൊള്ളാം കേട്ടോ, പരിപാടി നൈസായിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ടല്ലേ, അതുപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടല്ലേ ശരിക്കും? ഇഷ്ടം പോലെ. ഓക്കെ, നൈസ്. എൻ്റെ ദൈവമേതയ്ക്ക് നല്ല ചോറ്, മീൻകറി. ഓഫ്, ആ മീൻകറിയുടെ മണമുണ്ടല്ലോ ഈ റെസ്റ്റോറൻറ്റ് മൊത്തത്തിൽ ഇങ്ങനെ ഇതാവുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ ഷെഫൊക്കെ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഷെഫാണ്. അടിപൊളി കേട്ടോ. വിളിച്ച് നല്ല അല്ല, നമ്മുടെ ബസ്മതി റൈസാണല്ലോ, ബസ്മതി റൈസും മീൻകറിയും പിന്നെ സലാഡും ബ്രെഡും, അടിപൊളി. നമ്മുടെ സാൽമൺ ഫിഷ് വെച്ചിട്ടുള്ള ഇന്ത്യൻ സ്റ്റൈൽ മീൻകറി. കൊള്ളാട്ടോ. ഓവർ സ്പൈസി അല്ല, എന്നാൽ ആവശ്യത്തിന് എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. കിട്ടുന്ന ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് കാര്യം എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു, പക്ഷേ ഞാൻ കഴിച്ചത് ആ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂറുണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക്. 1 മണിയായി, 1:45 നമ്മുടെ ട്രെയിൻ. അപ്പോൾ ജിൻസ് ബ്രോ, എന്തായാലും നൈസ് ടു മീറ്റ് യു. ആൻഡ് ഇനിയും വരുമ്പോൾ കാണാം. ലോകത്ത് ഏത് കോണിൽ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഈ ഒരു കസാഖിസ്ഥാൻ്റെ ഈ ഒരു കോണിൽ വന്നപ്പോഴും താങ്കളെ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എനിക്ക് സന്തോഷം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അവിടെ നിന്ന് ഇനിയിപ്പോൾ 24 മണിക്കൂർ ട്രെയിൻ യാത്ര അത്രാവിലേക്ക്. നമ്മൾ റഷ്യൻ ബോർഡറിൽ എത്തുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ റഷ്യ കയറും. അപ്പോൾ നമ്മുടെ റഷ്യ കയറുന്നതിന് മുമ്പുള്ള കസാഖിസ്ഥാനിൽ നിന്നുള്ള ലാസ്റ്റ് വീഡിയോ ആണ് നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. അത് നമുക്ക് നാളെ കാണാം. സീ യു ഗൈസ്.